ഇന്ന് എഡിറ്റേഴ്സ് മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്. ഒരു ഡസനോളം ആൾക്കാരുണ്ട് ഈ ഗ്രൂപ്പിൽ. 100 പേരുള്ള ബാച്ച്. സിൽവർ ജൂബിലി സെലിബ്രേഷൻ, ഗെറ്റ് ടുഗദർ, എവിടെ, എപ്പോൾ, എങ്ങനെ, ഇതൊക്കെ തീരുമാനിക്കണം. പോരാത്തതിന് ഒരു സുവനീർ ഇറക്കണം. സാധാരണ സുവനീറൊന്നുമല്ല, മില്ലിനിയം ബാച്ചിന് അനുയോജ്യമായ ഒരു വെറൈറ്റി ഐറ്റം. സംഭവം മൊത്തത്തിൽ കളറായതുകൊണ്ട് ഒരു കാര്യത്തിൽ എനിക്ക് സംശയമില്ലായിരുന്നു, അടി ഉറപ്പാണ്. ഐഡിയ എൻ്റെ തന്നെ ആയതുകൊണ്ട് ഒറ്റയ്ക്ക് തല്ലുകൊള്ളും. അത് അഭികാമ്യമല്ല. സുവനീർ മാത്രമല്ല, പരിപാടി മൊത്തം കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ ഗ്രൂപ്പാണ്. എൻ്റെ ഉദ്ദേശവും അതുതന്നെ. കൂടുതൽ പേരുള്ളപ്പോൾ തല്ല് വീതിച്ചു പോകും. ഒരല്പം ബുദ്ധി ഉപയോഗിച്ചാൽ തല്ല് കിട്ടുകയില്ലെന്ന് മാത്രമല്ല, കണ്ട് രസിക്കുകയും ചെയ്യാം. പക്ഷേ ഇതിനൊരു മറുവശമുണ്ട്. വലിയ എഡിറ്റേഴ്സ് ഗ്രൂപ്പ് തന്നെ കോർഡിനേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ദിവസം കഴിയുന്തോറും അത് കൂടുതൽ ശ്രമകരമായി. വന്ന് ആഴ്ചയിൽ ഒന്ന് വച്ചായി സൂം മീറ്റിംഗ്. ഈ ആവർത്തന വിരസത ഒഴിവാക്കാനാണ് ഞാനൊരു ഐഡിയ ഇട്ടത്. നൊസ്റ്റാൾജിയ ഉത്തേജിപ്പിച്ച് സുവനീറിനുള്ള മാറ്റർ ആവാഹിക്കാൻ പറ്റിയ സ്ഥലം പഴയ കലാലയത്തിലെ പടർന്നു പന്തലിച്ച ഗുൽമോഹർ ചുവടാണെന്ന് ഞാനങ്ങ് തള്ളി. ആശയം മൊത്തത്തിൽ ആശങ്ക സൃഷ്ടിച്ച് മീറ്റിംഗ് തന്നെ മാറ്റിക്കിട്ടുമെന്ന എൻ്റെ ആശയ്ക്ക് വിപരീതമായി എല്ലാവരും ആവേശത്തോടെ അത് പാസാക്കി. തന്നെത്താൻ വരുത്തിവെച്ച വിനയിലേക്ക് തണുത്തു മരവിച്ച കൊച്ചുവെളുപ്പാൻ കാലത്ത് കൊച്ചിയിൽ നിന്ന് ഞാൻ യാത്ര തിരിച്ചത് അങ്ങനെയാണ്. കാർ പാർക്ക് ചെയ്ത് ഞാൻ ലക്ഷ്യത്തിലേക്ക് നടന്നു. എന്തെങ്കിലും ഒരു ചെറിയ കൃതി തട്ടിക്കൂട്ടണം, ഇല്ലെങ്കിൽ നാണക്കേടാണ്. ഇൻസ്പിറേഷനായി ഞാൻ ചുറ്റും നോക്കി. ഇളം നീല ആകാശത്തിൽ തെളിഞ്ഞ, ഛേ, വാനിലാണോ വന്നത്? അല്ല, വേണ്ട, ആകാശം തന്നെ മതി. തെളിഞ്ഞ സൂര്യരശ്മികൾ. സൂര്യൻ വളരെ സാധാരണമാണ്. സൂര്യന് വേറെ വല്ല വാക്കും കിട്ടുമോ എന്ന് നോക്കാം. ഞാൻ ഗൂഗിൾ സെർച്ച് എടുത്ത് ടൈപ്പ് ചെയ്തു സൂര്യൻ്റെ പര്യായങ്ങൾ. ആദിത്യൻ, പ്രഭാകരൻ, ദിനേശൻ, ദിവാകരൻ, ദിനകരൻ, ഭാനു, ഭാസ്കരൻ, മാർത്താണ്ഡൻ. എൻ്റെ അമ്മേ, കഴിഞ്ഞ മില്ലേനിയത്തിലെ എല്ലാ അവന്മാരുമുണ്ടല്ലോ. കുന്തവും കുടച്ചക്രവും ഒന്നും വേണ്ട. ഞാൻ ഫോൺ തിരികെ പോക്കറ്റിലിട്ടു. ഗുൽമോഹർ കാണുന്നതിന് മുൻപേ കടലിരമ്പം പോലെ എന്തോ ഞാൻ കേട്ടു. ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ട്. ഗുൽമോഹറിൻ്റെ ചുവട്ടിൽ ഇനി സ്ഥലമൊന്നുമില്ല. ദാ ലാൽ എത്തിയല്ലോ. നമിത സന്തോഷിച്ചതാണോ പുച്ഛിച്ചതാണോ? എനിക്ക് കൺഫ്യൂഷനായി. നമി ആയതുകൊണ്ട് കൂടുതൽ സാധ്യത പുച്ഛമാണ്. ഒരല്പം താമസിച്ചു പോയി നമിത, ഞാൻ കേണു. അല്ല, ഞങ്ങൾ ലാൽ നേതാവിന് പ്രധാനപ്പെട്ട സ്ഥലമൊരുക്കി കാത്തിരിക്കുകയായിരുന്നു. സ്ഥലമോ? എവിടെ? ഞാൻ അവിടെ ഒരു സ്ഥലവും കണ്ടില്ല. ദാ നേരെ മരത്തിൻ്റെ ചുവട്ടിൽ ഞങ്ങൾ ചുറ്റുമിരിക്കും, നേതാവ് നടുവിൽ ബുദ്ധനെ പോലെ. ബുദ്ധൻ ഗുൽമോഹർ കണ്ടിട്ടില്ല, ആൽച്ചുവട്ടിലാണ് ഇരുന്നത് എന്ന് തിരുത്താൻ തോന്നി. പക്ഷേ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ബുദ്ധനെ പോലെ ഇരിക്കുന്നതാണ് ബുദ്ധി. അപ്പോൾ തുടങ്ങുമല്ലേ ഗേൾസ്? ലിൻജോസ്, ജോയ്സ്, ഇർഷാദ് റെഡിയല്ലേ? ഞാൻ ചർച്ചയ്ക്ക് തിരികൊളുത്തി. ലിൻജോസ്, യു ബ്രോട്ട് ഫോട്ടോസ് റൈറ്റ്? ഓടി നടന്ന് വർത്തമാനം പറഞ്ഞ് മീറ്റിംഗ് അൺഓർഗനൈസ് ചെയ്യുന്ന ലിൻജോയ്ക്ക് രശ്മി കടിഞ്ഞാണിട്ടു. ഓർഗനൈസ് ചെയ്യാൻ രശ്മി പണ്ടേ മിടുക്കിയാണ്. അൺഓർഗനൈസ്ഡ് കോൺവെർസേഷൻസ് അതുകൊണ്ട് തന്നെ രശ്മിക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും. പക്ഷേ ഭാവത്തിന് മലയാളം അത്ര പോരാ. മരച്ചോട്ടിലെ അലങ്കോലത്തിലേക്ക് ബ്രിട്ടീഷ് ഭരണം അങ്ങനെ ഒരു ഓർഡർ കൊണ്ടുവന്നു. യെസ് ഓഫ് കോഴ്സ്. ലിൻജോ തൻ്റെ ആപ്പിൾ ലാപ്ടോപ്പിൽ ഫോട്ടോ ഫോൾഡർ തുറന്നു. ലിൻജോയുടെ മൗസ് ക്ലിക്കിൽ വന്ന ഒരു ഫോട്ടോ കണ്ടതും അശ്വതി ചാടി പറഞ്ഞു, നമ്മുടെ തുടക്കം ഇവിടെ നിന്നായിരുന്നു. 23/10/2000 നമ്മുടെ ഫസ്റ്റ് എൻട്രി, അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക്. ആരാരെ ആദ്യം കണ്ടു? ഓർമ്മകൾ പലതും അവ്യക്തം. ജാലകവിരികൾ വെളിച്ചം മറച്ച ഇരുണ്ട ഹാളിൽ നിരത്തിയിട്ടിരുന്ന കസേരകളിൽ അമ്പരന്നും അന്താളിച്ചും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് നീങ്ങവേ നമ്മളൊരു ചോദ്യം കേട്ടു. എന്തുകൊണ്ടാണ് MBBS എടുത്തത്? പലർക്കും ഒരേ ഉത്തരം, സേവനം. ചോദ്യകർത്താവിൻ്റെ മുഖത്ത് കേട്ടു തഴമ്പിച്ച നിർവികാരതയിൽ ചാലിച്ച പുഞ്ചിരി വിടർന്നിട്ടുണ്ടാവും. മിക്കവർക്കും എന്തുകൊണ്ടന്നവിടെ എത്തി എന്നതിന് കൃത്യമായൊരുത്തരം ഉണ്ടാവാനിടയില്ല. എന്നാൽ തികച്ചും ആകസ്മികം എന്ന് പറയാനുമാവില്ല. കാരണം അവിടെ എത്തിയവരെല്ലാം അതിനുവേണ്ടി ശ്രമിച്ചവരാണ്. എന്തിനാണ് MBBSന് ശ്രമിച്ചത് എന്നായിരുന്നില്ലേ കുറച്ചുകൂടി നല്ല ചോദ്യം? പിയർ പ്രഷർ,
മെഡിസിൻ അല്ലാതെ മറ്റൊരു ഗ്യാരണ്ടീഡ് ജോബ് ഇല്ല എന്ന മധ്യവർഗശാസ്ത്രം, കണക്കിഷ്ടമല്ല എന്ന് പറഞ്ഞ് എപ്പോഴോ ബയോളജിയിലേക്ക് തിരിഞ്ഞവർ, പാരമ്പര്യം പിന്തുടർന്നെത്തിയവർ, അതുമല്ലെങ്കിൽ വൈറ്റ് കോട്ടിൻ്റെ ഗ്ലാമറിൽ മയങ്ങിയവർ. ഇതൊന്നുമല്ലാതെ ആതുര ശുശ്രൂഷയും സാമൂഹിക സേവനവുമെന്ന നിസ്തുല ലക്ഷ്യം ഉള്ളവരൊന്നും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നിരിക്കാൻ സാധ്യതയില്ല. മൊത്തത്തിലൊരു മധ്യവർഗ ബുദ്ധിജീവി ഗ്രൂപ്പ് എന്ന് പറയാം. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നതിന് മുമ്പേ ഭാവി നിർണയിക്കപ്പെട്ടവർ. ആദ്യ പരിചയപ്പെടലുകൾ പലതരം പലവിധം. സ്കൂൾ ബസ്സിലുണ്ടായ അടിപിടിയിലൂടെ പരിചയക്കാരായ അരുൺ രവിയും ഐസക്കും. +1 മുതൽ അരുൺ രവിയുടെ കൂടെയുള്ള അനൂപ് പോൾ വർക്കി. സ്കൂൾ മുതൽക്കേ സുഹൃത്തുക്കളായ നീമ, സൗമ്യ, ഷഫ്ന. പ്രസിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിലത്തു നിന്നും എടുത്ത് ബോളിവുഡ് സ്റ്റൈലിൽ നീട്ടിയ പർവീൻ. നീല മാരുതിക്കാറിൽ ചിലയ്ക്കുന്ന തത്തയെപ്പോലെ വന്ന അതേ പർവീണിനെ കണ്ട് സമാധാനിച്ച നസിയ. തറയിൽ ബ്രദേഴ്സായ ഏഡ്രി, അനീഷ്, ബിനോജ്. കോച്ചിങ് ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്ന നിഷ സൈറ, ജീൻ, ആനി, ബബിത, സ്നേഹ, നബീല. ഇങ്ങനെ പോകുന്നു ബന്ധങ്ങൾ. മിക്കവരും ബ്രില്യൻ, PC തോമസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള മുൻ പരിചയക്കാർ. ഒരു കാറ്റത്ത് പാറിപ്പറന്നിവിടെത്തിയ അപ്പൂപ്പൻ താടികളെപ്പോലെ ആയിരുന്നില്ലേ നമ്മൾ? ആഴത്തിൽ വേരൂന്നാനും ഉയരത്തിൽ ശിഖരങ്ങൾ പടർത്താനും തളിരിട്ട് പൂവിട്ട് വീണ്ടും പറക്കാനും നമ്മൾ പഠിച്ചത് ഈ കലാലയത്തിൻ്റെ തണലിലല്ലേ? ഫോട്ടോ ഓർമ്മകൾ. ഞാൻ സർഫ് ചെയ്യുന്നതിനിടയിൽ ഒരു കറുത്ത XUV കുതിച്ചെത്തി മരത്തണലിൻ്റെ കാൽഭാഗം കാറിനടുത്ത് നിന്ന് കിതച്ചു. കാറിൽ നിന്നും അരുൺ രവിയുടെയും ജെറാൾഡിൻ്റെയും ഒരു മാസ് എൻട്രി. എന്താ ഇവിടെ നടക്കുന്നത്? വണ്ടിയിൽ ചാരി നിന്ന് രവിയുടെ പോലീസ് മുറിയിലുള്ള നിഷ്ഠൂരമായ ചോദ്യം. ഞങ്ങളിവിടെ സുവനീർ ഒരുക്കുന്ന ചർച്ചയാണ് പ്രഭു. അഡ്മിഷൻ ഡേയിലെ ഓർമ്മകൾ അയവിറക്കുകയാണ്. നമിയുടെ പുച്ഛം നിഷ്ഠൂരതയെ നിഷ്പ്രഭമാക്കി. ആഹാ, മരത്തണലിൽ കിടന്ന് അയവിറക്കുന്നതിൻ്റെ സുഖം ഒന്ന് വേറെയാണ്, ജെറാൾഡ് പറഞ്ഞു. വരുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ ഞാൻ ഇരിക്കുന്ന കൂട്ടുകാരോട് പറഞ്ഞു, ആരെങ്കിലും 2 പേർ ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്തേ, അവനൊന്ന് വിസ്തരിച്ച് കിടന്ന് അയവിറക്കട്ടെ. കാറിൽ വന്ന 2 പേരും അങ്ങനെ കംഫർട്ടബിളായി. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോ ആ ദിവസം? ഓർമ്മകൾ ഉള്ളവർക്ക് പറയാം. മുഖത്ത് നിന്നും മാറ്റിയ കണ്ണാട തിരികെ ഉറപ്പിച്ചു വെച്ച് ദേവി തുടർന്നു. ഞാൻ ആദ്യം മീറ്റ് ചെയ്തത് ജോർജിനെയാണ്. ഓ, സച്ച് എ മീക്ക് ഒബീഡിയൻറ്റ് ബോയ് വിത്ത് ആൻ ഇന്നസെൻറ്റ് സ്മൈൽ സ്റ്റാൻഡിങ് ബിസൈഡ് ഹിസ് ഫാദർ. ബട്ട് ലേറ്റർ ഐ റിയലൈസ് ദാറ്റ് ഫസ്റ്റ് ഇംപ്രഷൻസ് ക്യാൻ ബി സോ ഡിസപ്റ്റീവ്. ദേവി പറഞ്ഞത് കേട്ട് എനിക്ക് ചിരി വന്നു. പാവം ദേവി. ദേവിക്ക് അങ്ങനെ തോന്നിയോ? എനിക്ക് പക്ഷേ ആളുകളെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ജോർജിനെയും ലെക്സിനെയും ആദ്യം കണ്ടപ്പോൾ തന്നെ എൻ്റെ സ്റ്റാൻഡേർഡിന് പറ്റിയവരാണെന്ന് എനിക്ക് മനസ്സിലായി. ഫുൾ തറ. വി ഷെയർഡ് സം വൾഗർ ജോക്സ് ടു. ഞാൻ ചിരിച്ചു. എൻ്റെ വലത്ത് കവിളിലെ നുണക്കുഴി വിരിഞ്ഞത് കണ്ടായിരിക്കാം സീമയെ കണ്ട ജയനെ പോലെ എന്തോ പറയാൻ ജോയ്സ് മുന്നോട്ടാഞ്ഞു. പറയൂ ജോയ്സ്, അശ്വതി ജോയ്സിനെ പ്രോത്സാഹിപ്പിച്ചു. ജോയ്സ് തൻ്റെ മെമ്മറി പൊടിതട്ടിയെടുത്തു. ഞാൻ തറയിൽ ഹോസ്റ്റലിൽ വന്ന ആദ്യ ദിവസം റൂംമേറ്റ് ആരാണെന്നറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മുമ്പേ അവൻ എത്തിയിരുന്നു. ഒരു കാഞ്ഞിരപ്പള്ളിക്കാരൻ ജോർജ്. കക്ഷി എന്തോ വാങ്ങാൻ പുറത്തു പോയിരിക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ മേശപ്പുറത്തൊരു ബൈബിൾ, ക്രൂശിത രൂപം, പിന്നെ പ്രാർത്ഥനാ പുസ്തകങ്ങൾ. ഒന്ന് നിർത്തിയിട്ടിട്ട് ജോയ്സ് തുടർന്നു. ഇത്രയും വിശുദ്ധനായ ഒരാളാണല്ലോ എൻ്റെ റൂംമേറ്റ് എന്നോർത്ത് ഞാൻ ശരിക്കും സന്തോഷിച്ചു. ജോയ്സിൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ ഒരു ക്ലൈമാറ്റിക് ട്വിസ്റ്റ് ഉണ്ടാവുമെന്ന് എല്ലാവരും മണത്തു. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാകും എൻ്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് എന്തെങ്കിലും അവിടെ സംഭവിച്ചെന്ന്. ഒന്നുമില്ല. പിന്നീട് അവൻ ചെറിയ കുരുത്തക്കേടുകൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികം മാത്രം. ജെറാൾഡ്, ദീപക് തുടങ്ങിയ വൃത്തികെട്ടവന്മാരുടെ കൂട്ടുകെട്ടിൽ പെട്ടുപോയില്ലേ? തെറ്റ് പറ്റാത്തവരായി ഈ ലോകത്ത് ആരുമില്ലല്ലോ, അല്ലേ നമിത? ഇതെന്തിനാണ് തന്നെ നോക്കി പറയുന്നത് എന്ന ഭാവം നമിതയുടെ മുഖത്ത് മിന്നിമാഞ്ഞു. എന്തൊക്കെയായാലും എൻ്റെ മനസ്സിൽ ഞാൻ ചില്ലിട്ട് വെച്ചിരിക്കുന്ന ജോർജിൻ്റെ ഒരു രൂപമുണ്ട്. അത് ഒരിക്കലും മാറില്ല, ജോയ്സ് പൂർത്തിയാക്കി. മോനെ ജോയ്സേ, നിനക്കറിയാമോ എന്നെനിക്കറിയില്ല, എൻ്റെ മെഡിസിൻ്റെ കവാടമായിരുന്നടാ ജോർജ് മോൻ. ഇരവിഴങ്ങിയ പെരുമ്പാമ്പിനെ പോലെ വിശ്രമിച്ചു കൊണ്ടിരുന്ന ജെറാൾഡ് ഉണ്ടെന്നു. ഈ ജോർജ് എന്താ നമ്മുടെ ബാച്ചിലെ വിഘ്നേഷ് അവതാരം വല്ലതുമാണോ? എന്ത് സംഭവിച്ചാലും എല്ലാവരും തേങ്ങ ഉടയ്ക്കുന്നത് ജോർജിൻ്റെ തലയിലാണല്ലോ, നമിത എല്ലാവരോടുമായി ചോദിച്ചു. ഇത്രയുമായ സ്ഥിതിക്ക് ജോർജിന് ഒരു പ്രഥമ സ്ഥാനം കൊടുക്കാൻ ഞാനും തീരുമാനിച്ചു. ജെറുവിന് ജോർജ് ഒരു ജീനിയസ്, ജോയ്സിനൊരു പുണ്യാളൻ, ദേവിക്കവൻ നിഷ്കളങ്കൻ.
എനിക്കാണെങ്കിലോ തനിത്തറ. ജോർജ് മോഹൻ എന്ന ജോർജ് മോഹൻ ജോസഫ്. രാവണനാണ് രാവണൻ, 10 തലയുള്ളവൻ. പൊട്ടിച്ചിരിയുടെ ഒരുമയിൽ എഡിറ്റോറിയൽ ഗ്രൂപ്പ് ജോർജ് മോനെ സുവനീറിൻ്റെ വിഘ്നേശ്വരനായി അവരോധിച്ചു. ഇർഷാദ് എന്താ ആലോചിക്കുന്നേ? നീതു പെട്ടെന്ന് ചോദ്യമിട്ടു. ഞാനോ? ഞാൻ സത്യത്തിൽ ഇതൊന്നുമല്ല ഓർത്തുകൊണ്ടിരുന്നത്. അഡ്മിഷൻ ഡേയുടെ അന്നേ എൻ്റെ സൈഡിൽ നിന്നൊരു ശബ്ദം, ദൈവമേ, ഈ പ്രിൻസിപ്പൾ എവിടെ പോയി? പെട്ടെന്ന് വന്നിരുന്നെങ്കിൽ പഠിത്തം ഇപ്പോൾ തന്നെ തുടങ്ങാമായിരുന്നു. കേട്ട ഞാൻ ഞെട്ടി. ഓൾ ഇന്ത്യ റാങ്കും വാങ്ങി പഠിക്കാൻ തിരക്ക് കൂട്ടിയിരുന്ന ലവനാണ് പ്രവീൺ ചാക്കോ, നമ്മുടെ പ്രാക്കോ. എന്നാൽ മറു സൈഡിൽ ഇതൊക്കെ കേട്ട് കോട്ടും സ്യൂട്ടുമിട്ട് അപ്പനോടൊപ്പം വളരെ ഡള്ളായി വേഷവും ധരിച്ച് പഞ്ചപാവം പോലെ ഒരു പെൺകുട്ടി നിന്നിരുന്നു. അതാണ് നമ്മുടെ സുപ്രിയ. ഭാവിയിലെ 2 കാർഡിയോളജിസ്റ്റുകളുടെ കൂടിക്കാഴ്ചയാണെന്ന് അവർ അറിഞ്ഞില്ല. ആ ഒരിത്, അതാണ് ഞാൻ ആലോചിച്ചത്. ഇത് കേട്ട് സുപ്രിയയുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. എൻ്റെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്ന ഒരു ഓർമ്മയുണ്ട്. ശ്രീജ പറഞ്ഞു തുടങ്ങി. ഒരു ദിവസം റിസപ്ഷൻ ഹാളിൽ കയറുമ്പോൾ സൗമ്യ എന്നോട് പറഞ്ഞു, ശ്രീജ, നീയാണ് എൻ്റെ ഫോണെ ഫ്രണ്ട്. അന്ന് ആ സെൻറ്റൻസ് നൽകിയ ഒരു ആശ്വാസം, പ്രത്യേകിച്ച് വീട്ടിൽ നിന്ന് ഇത്ര ദൂരത്ത് നിൽക്കുന്നതിൻ്റെ ഒരു ടെൻഷനിൽ. ശ്രീജ ഒരു നിമിഷം ഓർമ്മകളിൽ മുങ്ങിത്താണു. ഞാൻ ആദ്യം പരിചയപ്പെട്ടത് ജെയിനിനെയാണ്, ആ പതിഞ്ഞ സ്വരം. പക്ഷെ ജോയിൻ ചെയ്യാൻ വന്നപ്പോൾ ഞാൻ വേറൊരാളെ കാണാനാണ് കാത്തിരുന്നത്. നമിത മറ്റൊരു ഉദ്വേഗജനകമായ കണ്ടുമുട്ടലിൻ്റെ പൊതി പതുക്കെ തുറന്നു. ഓൾ ഇന്ത്യ റാങ്കിൽ കോട്ടയത്ത് ചേർന്നവരുടെ ലിസ്റ്റ് ന്യൂസ് പേപ്പറിൽ വന്നിരുന്നു. അതിലൊരു പേര് ഞാൻ ശ്രദ്ധിച്ചു. അത്ര കേട്ടു പരിചയമുള്ള പേരല്ല. അതുകൊണ്ടാണോ എന്നറിയില്ല, ആളെ കാണാൻ ഒരു ജിജ്ഞാസ. എന്നിട്ടോ? രശ്മിയും ശ്രീജയും ഒരുമിച്ച് ചോദിച്ചു. രണ്ടുപേർക്കും നമിയുടെ അതേ ആഗ്രഹം. ഓ, എന്നിട്ടെന്താവാൻ, ക്ലാസ് തുടങ്ങി അറ്റൻഡൻസ് വിളിച്ചപ്പോഴാണ് ആളിനെ കണ്ടത്. അതാരാടാ അവൻ? എനിക്കും ആ അജ്ഞാതനെ അറിയാനുള്ള അഭിവാജ്ഞ. ആളിനെ എനിക്കറിയാം. ജെറാൾഡ് കൈ ഉയർത്തി. എല്ലാവരും ജെറാൾഡിനെ പ്രതീക്ഷയോടെ നോക്കി. ജെറാൾഡ് തള്ളവിരൽ സ്വന്തം നെഞ്ചിൽ കുത്തി പറഞ്ഞു, അത് ഞാൻ തന്നെ. എല്ലാവരും പൊട്ടിച്ചിരിച്ചു. വെയിറ്റ്, ഓർമ്മകൾ കഴിഞ്ഞിട്ടില്ല. നമി അടുത്ത മെമ്മറി റിലീസിന് തയ്യാറായി. അഡ്മിഷൻ കഴിഞ്ഞ് കിട്ടിയ കുറേ രസീതിലൊന്നും എൻ്റെ പേരല്ല, പകരം വേറൊരു പെൺകുട്ടിയുടെ പേരാണ്. അടുത്ത ദിവസം ആളിനെ കണ്ടുപിടിച്ചു. വലിയ മൈൻഡൊന്നുമില്ല. രസീതിലെ പേര് മാറിയ കാര്യം പറഞ്ഞു. സാധനം കൊടുത്തു. എൻ്റേതെങ്ങാനും കിട്ടിയോ എന്ന ചോദ്യത്തിന് താങ്ക്സ്, ഇല്ല കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒറ്റപ്പോക്ക്. ഒരുപക്ഷെ ആ ആൾക്ക് പോലും ഇത് ഓർമ്മ കാണില്ല. ഗൈസ്, ലിഞ്ചോ ലാപ്ടോപ്പ് സ്ക്രീനിൽ നിന്ന് മുഖമുയർത്തി ചുറ്റും നോക്കി. എല്ലാ ഓർമ്മകളും ഈ ലാപ്ടോപ്പിലുണ്ടല്ലോ, പിന്നെന്താണ്, നമുക്കിത് വായിക്കാം. ഗുൽമോഹറിനെ തഴുകിയെത്തിയ ഓർമ്മയുടെ ഇളം തെന്നൽ മറവിയുടെ വാടിയ പൂക്കളെ അടർത്തി. ആ തിന്നലിൽ ചിരിച്ചൂയലാടിയ ഇലകൾ ഒരീണമിട്ടു, വീണ്ടും തളർക്കുവാനുള്ള മോഹവുമായി. ഒറ്റയടിപ്പാതയിലൂടെ ഒരു പിന്നടത്തം. മനസ്സിൻ്റെ ഒരു ചെറിയ തുണ്ട് ഇവിടെ എവിടെയോ. ഏറെ പ്രിയമുള്ള ചിലതൊക്കെ അതിലാണ്. ഉണർന്നിരുന്ന് കണ്ട ഒരു സ്വപ്നത്തിലേക്കുള്ള ആദ്യ ചുവടുകൾ, നവസ്വാതന്ത്ര്യത്തിൻ്റെ ആത്മഹർഷങ്ങൾ, സൗഹൃദക്കൂട്ടങ്ങളുടെ ആഘോഷത്തിമിർപ്പുകൾ, ഞാൻ മാത്രം കണ്ട ആ കണ്ണിലെ നക്ഷത്രത്തിളക്കങ്ങൾ, കുട നിവർത്താതെ ഞാൻ ഒറ്റയ്ക്ക് നനഞ്ഞു തീർത്ത പെരുമഴക്കാലങ്ങൾ, കൈപ്പിടിയിൽ നിന്ന് ആദ്യമായി വഴുതിപ്പോയ ജീവന്റെ തുടുപ്പുകൾ, തിരികെ പിടിച്ച ഹൃദയതാളത്തിനൊപ്പം വിരിഞ്ഞ പുഞ്ചിരികൾ. മറന്നതല്ല, ഇടയ്ക്കിടെ തിരികെ വന്ന് ചേർത്ത് പിടിക്കാൻ ബാക്കി വെച്ചതാണ്. ഒന്ന് തിരിഞ്ഞു നോക്കാമോ? തിരിഞ്ഞ തലയുമായി എപ്പോഴും മുന്നോട്ട് നടക്കുന്നവർക്ക് ഒരാശ്വാസമാകുമെങ്കിലോ? വഴിയിൽ വീണുപോയൊരു മാണിക്യം പിന്നോട്ടം ആഗ്രഹിച്ച് തിളക്കം മായാതെ കാത്തു കിടപ്പുണ്ടെങ്കിലോ? ഒരു കുതിപ്പിനുള്ള ഊർജം ഇനിയും ആ നീളൻ വരാന്തകളിൽ ബാക്കിയുണ്ടെങ്കിലോ? അന്ന് കണ്ടിട്ടും ചൂടാതെ പോയൊരു ചെമ്പകപ്പൂവ് ഇന്നും വാടാതെ നിൽക്കുന്നുണ്ടെങ്കിലോ? സൗഹൃദത്തിൻ്റെ ആഴമളന്ന് പോരെന്ന് പരിഭവിച്ചകന്നുപോയ പ്രിയ സുഹൃത്തിനെ നിന്റെ ഉള്ളിലുണ്ടോ എൻ്റെ അത്ര കടലാഴങ്ങൾ എന്ന് ചോദിച്ചൊന്നുകൂടി ചേർത്ത് നിർത്താൻ കഴിഞ്ഞെങ്കിലോ? നിന്റെ മൗനത്തിൻ്റെ പുറകിൽ ഒളിക്കും ഒരു ആത്മസുഹൃത്തുണ്ടെന്ന് ഞാൻ ഒടുവിൽ തിരിച്ചറിഞ്ഞെങ്കിലോ?